വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ഇന്നിവിടെ പൊങ്കലിൻ്റെ ആഘോഷങ്ങളാണ്. എല്ലാവർക്കും പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. എല്ലാ ഈ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കൽ വിഷസ്. നമ്മൾ വീണ്ടും പറയുകയാണ്, എഫേർട്ട് വേഴ്സസ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഞായറാഴ്ച. സ്റ്റഡിക്കായിട്ട് ലേണിങ്ങിനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. അതിനകത്ത് ക്ലിയറായിട്ട് എഫേർട്ട് വേഴ്സസ് റിസൾട്ട് എന്താണെന്ന് ഇട്ടിരുന്നു. ഇന്നലത്തെ ഈ ഫാളൊക്കെ നമ്മളൊന്നും വലുതായിട്ട് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാര്യത്തിൽ ഇത് വെറുതെ ഒരു ഫേക്ക് ഫാളാണ്. അതായത് FII അല്ലെങ്കിൽ DII അല്ലെങ്കിൽ ഏതോ ഒരു വലിയ ടീംസ് അവർ ഒരു നല്ല ഒരു ബയ്യിങ്ങിനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെറുതെ ആൾക്കാരെ ഒന്ന് ഈ നോർമൽ റീറ്റെയിലേഴ്സിനെ പറ്റിക്കാനായിട്ട് താഴെ വന്നിട്ട് നല്ലൊരു ബയ്യിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവരെ കാണുന്നത്. ഇത് ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ചാടി കയറുന്ന ആൾക്കാർക്കൊക്കെ മൈറ്റ് ബി 1-2 ദിവസം സക്സസ്ഫുൾ ആകാം, തെറ്റില്ല. അതിനകത്ത് പ്രോഫിറ്റാണ്, എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത്, മാർക്കറ്റിൽ ഉണ്ടാക്കാം. പക്ഷേ കോൺടെക്സ്റ്റും കൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ നല്ലതാണ്. മാർക്കറ്റിൽ ലോങ് ടൈം നമ്മൾ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. സോ ഇതിനകത്ത് കോൺടെക്സ്റ്റ് വീണ്ടും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുവർ സെല്ലിംഗ് ആണ്, വീക്കർ ഹാൻഡ് സെല്ലിംഗ് ആണ് മുകളിൽ നിന്ന്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഹയർ പ്രോബബിലിറ്റി ഒന്നുകിൽ നമുക്ക് സൈഡ് വേസിലോട്ട് പോകാം. ഇന്ന് ഷോർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമല്ല. സോ അല്ലെങ്കിൽ PE വാങ്ങിക്കുന്നത് നല്ലൊരു കാര്യമല്ല ഇന്ന്. സോ ഒന്നുകിൽ സൈഡ് വൈസിൽ പോകും, അല്ലെങ്കിൽ നല്ലൊരു അപ്പ് മൂവ്, തിരിച്ച് റിവേഴ്സിൽ നല്ലൊരു അപ്പ് മൂവ് മുകളിലോട്ട് കാണാൻ പറ്റും. ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ ഫീച്ചറിൻ്റെയും സ്പോട്ടിനും ഡിഫറൻസ് ഒരു 80 പോയിൻ്റ് അടുപ്പിച്ചുണ്ട്. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ആൻഡ് ഫീച്ചർ ഒരു 230 പോയിൻ്റ് അടുപ്പിച്ച്, 25-30 പോയിൻ്റ് അടുപ്പിച്ച് ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് നിഫ്റ്റി. നമുക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ 130 വരുന്നത്. ഇതാണ് ഇതിൻ്റെ ലെവൽസ്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഈ ലെവൽസിലൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 130 എന്ന് പറയുന്ന ആ പോയിൻ്റ് ഓഫ് കൺട്രോൾ മീറ്റ് ചെയ്യാനുള്ള, അതായത് അവിടെ ഒരു കണ്ടുമുട്ടാനുള്ള സാധ്യതകളുണ്ട്. 23,300 അല്ലെങ്കിൽ 23,000 നമുക്ക് കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് ഇന്നലെ നമ്മൾ ചാർട്ട് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ചാർട്ടിൽ രാവിലെ ഒരു കാൾ കൊടുത്തിരുന്നു. നിഫ്റ്റിക്ക് സിഇയുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു അപ്പ് മൂവ് രാവിലെ കിട്ടുകയും അവിടെ ബുക്ക് ചെയ്യുകയുമാണ് ചെയ്തത്. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. കാലത്തെ രാവിലെ ഒരു മാക്സിമം ഒരു 10:15 വരയ്ക്ക് എൻ്റെ ട്രേഡിംഗ് സമയമുള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് ഓപ്ഷൻ ബയർ ആണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യൂ. അതുകൊണ്ട് തന്നെ ഞാൻ 10:15 ശേഷം വലുതായിട്ട് മാർക്കറ്റ് കാണാറില്ല. ഇൻഫാക്റ്റ് കാണുന്നുണ്ടെങ്കിലും, വലിയ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ പോലും അവിടെ കയറാറുമില്ല. കാര്യത്തിൽ എൻ്റെ സമയം 10:15 മാക്സിമം 10:20 നമ്മൾ ട്രേഡിംഗ് തീർക്കും. അത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബയറിൻ്റെ അത്ര ആവശ്യമുള്ളൂ. ഈ ഓപ്ഷൻ സെല്ലറിനെ പോലെ നമ്മൾ ടെൻഷൻ അടിച്ച് ഹോൾ ഡേ സ്പെൻഡ് ചെയ്ത് അത് DK ആവുന്നുണ്ടോ എന്ന് നോക്കി അതിൻ്റെ ആവശ്യമൊന്നും ഞാൻ അതിനകത്ത് എഫേർട്ട് ഇടാറില്ല. നമുക്ക് അവർക്ക് കിട്ടുന്ന 100 പോയിൻറ്റോ അല്ലെങ്കിൽ 50 പോയിൻറ്റോ നമുക്ക് ഒരു 15 മിനിറ്റോ 5 മിനിറ്റോ 2 മിനിറ്റോ 1 സെക്കൻഡ് കൊണ്ടോ കിട്ടാറുണ്ട്. അത് മതി. അതുകൊണ്ട് സന്തോഷവാനാണ്. ഇത് നിഫ്റ്റീസ് ഫ്യൂച്ചറാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽസ് ഇതാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഞാൻ നോക്കാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെയാണ് ലെവൽ. പറ്റുമെങ്കിൽ ടെലഗ്രാം ചാനലിലിടാം പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്താണ് എന്നുള്ളത്. സോ പുതിയതായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.